നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾറെഡി 2 ട്രേഡ് എടുത്തു. 2 ട്രേഡ് എടുക്കാനുള്ള കാരണം ഇന്നലെ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലത്തെ ജേണലിൽ നമ്മൾ കാണിച്ചത് ഇവിടെ ലോസാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്നലെ രണ്ടാമത് ഒരു ട്രേഡും കൂടെ എടുത്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ, അതായത് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്നത് 12 മണി കഴിഞ്ഞ് 53 മിനിറ്റിലാണ്. അപ്പോൾ 12:53 എടുത്ത ഈ സ്ക്രീൻഷോട്ടിൽ നമ്മളുടെ നെറ്റ് പൊസിഷൻ കാണിച്ചേക്കുന്നത്, P&L കാണിച്ചേക്കുന്ന ₹1 ലാഭത്തിൽ നമ്മൾ അവസാനിച്ചതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ നിങ്ങളെ കാണിക്കുമ്പോൾ എടുത്തിരുന്ന ആ ലാസ്റ്റ് ട്രേഡിന് ശേഷം ഒരു ട്രേഡും കൂടെ എടുത്തിരുന്നു. ആ ഒരു ട്രേഡ് എന്താണ് മാർക്കറ്റിൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി അത് എടുത്തത് വിപ്രോയിലായിരുന്നു. അപ്പോൾ ആ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് അടിച്ചു എന്നുള്ളതാണ് സത്യം. അത് വിപ്രോയിലല്ല എടുത്തത്, അത് പവർ ഗ്രിഡിൽ തന്നെയാണ്. ഫസ്റ്റ് ട്രേഡാണ് നമ്മൾ വിപ്രോയിലെടുത്തത്, രണ്ടാമത്തെ ട്രേഡ് നമ്മൾ പവർ ഗ്രിഡിലാണ് എടുത്തത്. പവർ ഗ്രിഡിൽ ഫസ്റ്റ് ഇവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യാമായിരുന്നു, പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അവിടെയാണ് നമ്മൾ വിപ്രോയിൽ പോയി ട്രേഡ് എടുത്തത്. അതിനുശേഷം താഴത്തെ ഓർഡർ ബ്ലോക്ക് ഇത് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ താഴെയായിരുന്നു, അതായത് ഈ ഒരു ലൈനായിരുന്നു നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് കുറച്ചും കൂടെ നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ വന്ന് ടച്ച് ചെയ്തു ഫസ്റ്റ് ടൈം, വീണ്ടും റിജക്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇന്നലെ രണ്ടാമത്തെ എൻട്രി എടുത്തത്. രണ്ടാമത്തെ എൻട്രി എടുത്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് ഏതാണ്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിയാൽ നമ്മൾ 0.5% ഇന്നലെ സ്റ്റോപ്പ് ലോസിലേക്ക് പിന്നെ മാർക്കറ്റ് വന്നില്ല. മറിച്ച് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്തേക്ക് മാർക്കറ്റ് വന്നു, അതായത് 1:3 എബോവ് മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ നമ്മൾ എക്സിറ്റ് എടുത്തത് 1:1 ട്രയൽ ചെയ്തു. ആ ട്രയൽ തിരികെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മാർക്കറ്റ് നല്ലൊരു മൂവ് മുകളിലേക്ക് പിന്നീട് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ 1:3 എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് ഇന്നലെ അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ₹1, നമ്മൾ ഈ കാണുന്ന പോലെ ₹1 പ്രോഫിറ്റ് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ 2 ട്രേഡ് എടുത്തു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത് നമുക്കിവിടെ കാണാവുന്നത് പോലെ നമ്മൾ പവർ ഗ്രിഡിൽ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ ഇവിടെ ഓർഡർ ഇട്ടു, അതായത് 249.40 ഓർഡർ ഇട്ടു. പക്ഷേ ഇന്നത്തെ ഡേ ലോ നിങ്ങൾക്ക് ഇവിടെ കാണാം 249.45. ഇവിടെ ഇട്ട ഓർഡർ നമുക്ക് കിട്ടിയില്ല. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോയി സെല്ല് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടിരുന്നു. അപ്പോൾ ഇതിവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മളിന്ന് ONGCയിൽ പോയിട്ട് ONGCയിൽ BPCL പോയിട്ട് നമ്മളിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ ഇവിടെ താഴത്തേക്ക് പോയി നല്ലപോലെ മാർക്കറ്റ് തിരികെ ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് താഴത്തേക്ക് പോകും എന്ന കണക്കൂട്ടലിലാണ് നമ്മളിവിടെ സെൽ ഓർഡർ ഇടുന്നത്. സെൽ ഓർഡർ ഇട്ടതിന് ശേഷം നമുക്ക് അതിവിടെ ഹിറ്റ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതാണ് ഈ ഒരു ക്യാൻഡലിൽ. എന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എൻട്രി ഇവിടെ BPCLിലാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. അതടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു എൻട്രി ആയിട്ട്, അതായത് ഇന്നലത്തെ ഒരു ഓർമ്മയുണ്ടല്ലോ, അതേപോലെ രണ്ടാമത് എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയെങ്കിലോ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്തു. അത് നെക്സ്റ്റ് ക്യാൻഡിലിൽ പോയിട്ട് മുകളിൽ നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ബാക്ക് ടു ബാക്ക് നമ്മൾ 2 ട്രേഡ് എടുത്തു, 2 ട്രേഡും സ്റ്റോപ്പ് ലോസ്. ഇനി BPCLിൽ നമ്മൾ വെച്ചപ്പോൾ അതിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോൾ ഒരു 0.7% സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കേണ്ടിയും വന്നു. അതുകൊണ്ടാണ് ഇവിടെ 400-നടുത്ത് ടോട്ടൽ സ്റ്റോപ്പ് ലോസ് വന്നേക്കുന്നത്. ഓവർ ട്രേഡ് ചെയ്താൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകാനാണ് സാധ്യത കൂടുതലെന്ന് നമ്മൾ തന്നെ പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ദിവസം തൊട്ട്, അതായത് ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ 2 ട്രേഡ് വീതം എടുത്തു. നെറ്റ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അതായത് ₹632 ഈ 3 ദിവസം കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സും പറഞ്ഞിട്ടുള്ളതാണ്. ട്രേഡിൻ്റെ എണ്ണം കുറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടും, ട്രേഡിൻ്റെ എണ്ണം കൂടുമ്പോൾ ലോസ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രേഡിൽ നമ്മൾ ഗ്രീഡ് വന്നാലും ഫിയർ വന്നാലും, അപ്പോൾ തിരിച്ചു പിടിക്കാനുള്ളൊരു വാശി വന്നാലും ഒക്കെ നമ്മുടെ കയ്യിലുള്ളതും കൂടെ പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. സോ ദാറ്റ് സ്ട്രിക്റ്റ്ലി നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ
നമ്മൾ ഈ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അതുപടി താഴത്തേക്ക് പോകാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി. കാരണം ഇപ്പോൾ ഈ ഒരു 2 ദിവസം ഇന്ന് നമ്മളിപ്പോൾ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഈ ഒരു ദിവസം പ്രോഫിറ്റ് നമ്മൾ കണക്ക് കൂട്ടിയെങ്കിലും അവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് അതവിടെ അങ്ങനെ കണക്ക് കൂട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ നെറ്റ് ലോസ് 6.5 എന്ന് കൂട്ടാം, 6.5ലേക്ക് നമ്മൾ ലോസ് എത്തിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇനി നമുക്ക് തിരിച്ചു വരാനായിട്ട് 1:4 ഒരു ദിവസം കിട്ടിയാലേ ഇത് ബ്രേക്ക് ഈവനിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോയത് നമ്മുടെ ഓവർ ട്രേഡിംഗ് കൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ അത് വളരെ വളരെ നമ്മുടെ ട്രേഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും മുന്നോട്ടുള്ള യാത്രയിൽ. അതല്ല എങ്കിൽ നമ്മൾ കീഴ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ ഓവർ ട്രേഡിംഗ് എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ആ ഒരു ലോസ് വെച്ച് നമ്മൾ അങ്ങോട്ട് നിർത്തിയിരുന്നെങ്കിൽ അത് അത്രമാത്രം, അതായത് ഈ ഒരു 6%ലേക്ക് നമ്മൾ ഒരിക്കലും വരത്തില്ലായിരുന്നു. ലോസ് വളരെ മിനിമലായിട്ട് നമുക്ക് നിർത്താൻ പറ്റുമായിരുന്നു. ഒപ്പം തന്നെ തിരികെ വരിക എന്നുള്ളത് ഭയങ്കര എളുപ്പവുമായി മാറിയാനേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.